ഈ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെത് വന്നു. അത് വേറൊന്നുമല്ലായിരുന്നു, ഒരു സഹപ്രവർത്തകയ്ക്ക് പോലീസ് ലാത്തിച്ചാർജിൽ അപകടം സംഭവിച്ച് പരിക്ക് പറ്റി അതിനെ ചികിത്സിക്കാൻ വേണ്ടി പിരിച്ച കാശ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ കക്കാവോ, ഇങ്ങനെ മുക്കാവോ, ഇങ്ങനെ നക്കാവോ? ഇവിടെ ആശുപത്രിയിൽ അടികൊണ്ട് കിടന്ന ഒരു പാവപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന് ചികിത്സയ്ക്ക് വേണ്ടി പിരിച്ച കാശ് പോലും മുക്കാനുള്ള അപാരമായ കഴിവ് അത് നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടാകുമോ? എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് വലിയ തോതിൽ സദാചാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ അഴിമതി വിരുദ്ധ പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വയനാട് ഒരു ബാങ്ക്, അതിന് താങ്കൾ ഇനി എഴുന്നേറ്റോളണം, സുൽത്താൻ ബത്തേരിയിലുള്ള ബാങ്ക്. ആ സുൽത്താൻ ബത്തേരി ബാങ്കിൽ നടന്നിട്ടുള്ള കഥ കേരളത്തിൽ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താ അവിടെ നടന്നത്? ഞാൻ പറയട്ടെ, അത് പറയാം, അത് ഞങ്ങൾക്ക് തയ്യാറാണെന്ന്. അല്ലാതെ പൊള്ളാതാ കാര്യം പറയട്ടെ. DCCയുടെ ട്രഷറായിരുന്ന ഗോപിനാഥൻ, അദ്ദേഹം ആ പ്രസിഡന്റ്. ആ സുൽത്താൻ ബത്തേരി ബാങ്കിൽ നടന്നിട്ടുള്ള തീവെട്ടിക്കൊള്ള ഒരു കടം ഞാൻ എടുക്കുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ 2011-16 കാലത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞ ഭാഷ, അതാണ് ഞാൻ കടമെടുക്കുന്നത്. തീവെട്ടിക്കൊള്ള. ആ തീവെട്ടിക്കൊള്ള എങ്ങനെയാണ് നടത്തിയത്? സഹകരണ വിജിലൻസിന്റെ റിപ്പോർട്ട് എന്താണ് കേട്ടിട്ടുണ്ടോ? ബാങ്കിൽ പരീക്ഷ എഴുതാത്ത 9 പേരെയാണ് വ്യാജരേഖ ഉണ്ടാക്കി അവിടെ സ്ഥിര നിയമനം കൊടുത്തു. ഇത് മാത്രമാണോ? പരീക്ഷ എഴുതാത്ത 9 പേർക്ക് കൊടുത്തു. പരീക്ഷ എഴുതിയവർക്കോ വ്യാജരേഖ ഉണ്ടാക്കി അവിടെയും 8 പേരെ നിയമിച്ചു. ഈ കാര്യത്തെ സംബന്ധിച്ച എന്താണ് പ്രിയപ്പെട്ട സിദ്ദിഖിന് പറയാനുള്ളത്? സഹകരണ വിജിലൻസ് കണ്ടെത്തിയതാണ്. ഇനി ഈ വയനാടെന്ന് പറഞ്ഞ പ്രത്യേക റിപ്പബ്ലിക് ആണോ? എന്തൊക്കെയാണ് നടക്കുന്നത്? ഞാൻ സിദ്ദിഖിനെ മാത്രമല്ല ഉദ്ദേശിച്ചത്, അദ്ദേഹം മാത്രമേ ഇപ്പൊ ഇവിടെ കാണുന്നുള്ളൂ ഈ വയനാട് ജില്ലയിൽ നിന്ന്. കാരണം അവിടെയാണല്ലോ, അതൊരു പ്രത്യേക റിപ്പബ്ലിക് ആണോ? KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാ, അതുകൊണ്ട് അദ്ദേഹത്തിന് ഉത്തരം പറയാവുന്ന ആളാ. അപ്പോ ഇവിടെ നിങ്ങള് കേരളത്തിൽ എന്താ ഇപ്പോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ പോലെയാണ് എല്ലാവരും ഇവിടുന്നാണോ? ഈ കർണാടകത്തെ തൊട്ടാൽ ഇവിടെ പലർക്കും പൊള്ളും. യഥാർത്ഥത്തിൽ ബ്രൂവറി പ്രശ്നം എന്ന് പറഞ്ഞാൽ അതല്ലേ? നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കുറെ മലയാളി ഹിന്ദു കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാരാണ് ദീർഘകാലമായി കർണാടകത്തിൽ, മുൻ മന്ത്രിമാരാണ്. അവരുടെ എല്ലാം ജോലി എന്താണ്? സ്പിരിറ്റിന്റെ വലിയ ഡിസ്റ്റിലറിയുടെ ഉടമകളല്ലേ? ഒരു കാലത്ത് KPCC ആഫീസിൽ പോലും ചായ വാങ്ങണമെങ്കിൽ അവരുടെ കാശ് വേണ്ടായിരുന്നോ? കർണാടകത്തിലെ കോൺഗ്രസിന്റെ കരുത്ത് കേരളത്തിലെ കോൺഗ്രസിന് പ്രവർത്തിക്കാൻ കഴിയുന്നത് ഈ ഡിസ്റ്റിലറി ഉടമകളുടെ പണമല്ലേ? അതിന്റെ ഒഴുക്ക് കുറയും. യഥാർത്ഥ കാരണം അതല്ലേ?